ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കുന്ന ദൈവം അനുവദിച്ച നല്ല അവസരത്തിനും അനുഭവങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ചില ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ പഠന സീരീസുമായി മുന്നോട്ട് വരുമെന്ന അതിനെ ദൈവം ഇടയാക്കി തീർത്തത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവികമായ നിർദ്ദേശത്താലും മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും വളരെ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടും നിർബന്ധം കൊണ്ടുമാണ് ഈ വീഡിയോ ഇടുന്നത്. ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ. ദൈവം എപ്പോഴും ദൈവരാജ്യം പണിയുന്നതിൻ്റെ തിരക്കിലാണ്. ഒരിക്കലും നമ്മുടെ മിനിസ്ട്രിയോ നമ്മുടെ അനുഭവങ്ങളോ എന്നതിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ ഒരു ചാനൽ, ഒരു യൂട്യൂബ് ചാനൽ, ഒരു മിനിസ്ട്രി അതിനെ പണിതെടുക്കുന്നു എന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാടിനേക്കാൾ അപ്പുറം ദൈവം എപ്പോഴും ദൈവരാജ്യം പണിയുന്നതിലാണ് മുൻപന്തി നിൽക്കുന്നത്. ഞാനും എന്നോട് സംസാരിക്കുന്നതനുസരിച്ച് ഞാനും അപ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ആരോടും എത്ര വ്യൂവേഴ്സ് കിട്ടുന്നു, എത്ര ആൾക്കാർ കാണുന്നു, അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനേക്കാളെല്ലാം അപ്പുറമായിട്ട് ദൈവം തരുന്നതായ ചില ആലോചനകൾ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമെന്നൊക്കെ വേണം മടിയനെ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാം അധ്യായമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം 19 മുതലായ 19-ാം അധ്യായം മുഴുവൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുവനിടയായിത്തീർന്നു. അതിനനുബന്ധിച്ച് മാതാപിതാക്കളോടും അതുപോലെ തന്നെ പുതിയ നിയമസഭയോടും അതുപോലെ നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന് എന്താണ് ഈ വചനങ്ങളിലൂടെ പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കുവാനിടയായിത്തീർന്നു. ഇന്നും 20-ാമത്തെ അധ്യായം നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. വാക്യം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അബ്രഹാം തെക്കേ ദേശത്തേക്ക് യാത്ര ചെയ്ത് അവിടെ കാദേശിനും ശൂരിനും മധ്യേ പാർത്തു. അല്പകാലം ഗേരാരിൽ പാർത്തു. അവിടെ വെച്ച് അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് ഇവളെൻ്റെ സഹോദരി എന്ന് പറഞ്ഞിരുന്നു. ഗേരാർ രാജാവായ അബീമേലെക്ക് ആളയച്ച് സാറയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ മരിക്കും, എന്തെന്നാൽ അവൾ മറ്റൊരുവൻ്റെ ഭാര്യയാകുന്നു എന്നരുളി ചെയ്തു. എന്നാൽ അബീമേലെക്ക് അവളെ പ്രാപിച്ചിരുന്നില്ല. ആകയാൽ അവൻ പറഞ്ഞത്, കർത്താവേ, കുറ്റമില്ലാത്ത ഒരു ജനതയെ നീ സംഹരിക്കുമോ? ഇവൾ എൻ്റെ സഹോദരിയാകുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞില്ലയോ? അവൻ എൻ്റെ സഹോദരനാകുന്നുവെന്ന് അവളും പറഞ്ഞിരുന്നു. ഹൃദയ പരമാർത്ഥതയോടും കൈകളുടെ നിർമ്മലതയോടും കൂടെ ഞാനിത് ചെയ്തിരിക്കുന്നു. അതിന് ദൈവം സ്വപ്നത്തിൽ അരുളി ചെയ്തത്, ഹൃദയ പരമാർത്ഥതയോട് നീ ഇത് ചെയ്തിരിക്കുമെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നീ എന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിന്നെ തടഞ്ഞത്. അവളെ സ്പർശിക്കുവാൻ ഞാൻ നിന്നെ അനുവാദിക്കാതിരുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ആ മനുഷ്യന് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കാം. അവനൊരു പ്രവാചകനാകുന്നു. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നീ ജീവനോടിരിക്കുകയും ചെയ്യും. അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിലോ നീയും നിനക്കുള്ളവരൊക്കെയും നിശ്ചയമായി മരിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക. അബീമേലെക്ക് അതിരാവിലെ എഴുന്നേറ്റ് തന്റെ ദാസന്മാരെയും വിളിച്ചുകൂട്ടി സംഭവിച്ചതെല്ലാവരോട് പറഞ്ഞു. അവർ അത്യന്തം ഭയപ്പെട്ടു. പിന്നെ അബീമേലെക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട് ഈ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുവാനിടയായിത്തീർന്നു എന്ന് അടുത്ത താഴെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് 20-ാം അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നതായ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും എന്നോടൊപ്പം വായിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ളതായ ബൈബിൾ ഏത് പരിഭാഷയാണോ, ഏത് വേർഷനാണോ ആ വേർഷൻ അനുസരിച്ച് വായിച്ച് ഈ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, കാഴ്ചക്കാരോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നോക്കുക, അബ്രഹാം വീണ്ടും മിസ്രൈമിൽ വെച്ച് ചെയ്തതായ അതേ പാപം തന്നെ വീണ്ടും അവൻ ചെയ്യുകയാണ്. അവനൊരിക്കലും ഈ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അവൻ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അർദ്ധസത്യമുണ്ട്. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രധാനമായ കാര്യം. അബ്രഹാം പാപം ചെയ്തിട്ടും ദൈവം അബ്രഹാമിനോട് കോപിക്കുകയോ അബ്രഹാമിനെ വഴക്കു പറയുകയോ ചെയ്യാതെ അവൻ ജാതീയ രാജാവായിരിക്കുന്ന അബീമേലെക്കിനെ ദൈവം സ്വപ്നത്തിലൂടെ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായ അനുഭവങ്ങൾ ആണ് നമ്മളോട് വായിക്കുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കൃപ എന്ന് പറയുന്നതായ അനുഭവം അതിൻ്റെതായ ആഴം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇതെല്ലാം അബ്രഹാമിന് ദൈവത്തിന് കൃപ ലഭിച്ചു, അല്ലേ? അബ്രഹാമിൻ്റെ സൗജന്യമായി ലഭിച്ചതായ കൃപയുടെ പരിണിത ഫലങ്ങളാണ് ഇതെല്ലാം. ആമേൻ. അബ്രഹാമിന് ഒരു കൃപയുടെ കീഴിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്
അവന് എന്തെല്ലാം ബെനഫിറ്റുകൾ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലഭിക്കുന്ന ബെനഫിറ്റുകളും ലഭിക്കുന്നതായ ആ, ആ, ദയയും കരുണയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലുള്ളതായ ചില നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ 12-ാം അധ്യായത്തിലൊക്കെ നമ്മൾ സംസാരിച്ചതുപോലെ ആ, ആ, ആ ഇമ്മ്യൂണിറ്റിയും അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നമുക്ക് തരുന്നതായ ഇമ്മ്യൂണിറ്റി, നമ്മളെ സംരക്ഷിക്കുന്നതായ സംരക്ഷണം, അത് മന്ത്രിമാരെ പോലെ, വലിയ വലിയ രാഷ്ട്രീയക്കാരന്മാരെ പോലെ, പ്രധാനമന്ത്രിമാരെ പോലെയൊക്കെ നമുക്ക് ലഭിക്കുന്നതായ ഇമ്മ്യൂണിറ്റി വളരെ വലുതാണ്, അല്ലേ? അപ്പം ആ ഇമ്മ്യൂണിറ്റി പാപം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവന് വേണ്ട സാഹചര്യത്തിൽ ദൈവത്തോട് ചോദിക്കാതെ ഇങ്ങനെയുള്ള കാര്യം ഒരു മനുഷ്യനോട് ചെയ്യുകയാണ്. ഉള്ളിൽ അവൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഉള്ളിൽ അവൻ ദൈവത്തോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, അവൻ പാപം ചെയ്യുന്നുള്ളത് പൂർണ്ണമായ ധാരണ അവനുണ്ട്. പക്ഷെ എങ്കിലും അവൻ തുറന്നവൻ അബീമേലെക്കിനോട് സംസാരിക്കുകയോ തൻ്റെ ഭാര്യയെ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രവൃത്തിയിൽ നിന്ന് രക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യം അബ്രഹാം അവിടെ ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശ്രദ്ധിക്കുക, ഇവിടെ അബ്രഹാം വീണ്ടും മിസ്രൈമിൽ വെച്ച് ചെയ്തതുപോലെ തന്നെ വീണ്ടും അബ്രഹാം പാപം ചെയ്യുന്നതായ ഒരു അനുഭവം. പക്ഷേ ശിക്ഷ വരുന്നത് അബീമേലെക്കിനോട് ദൈവം പറയുകയാണ്, അവനോട് സംസാരിച്ചിട്ട് പറയുകയാണ്, അബീമേലെക്ക്, നീ ആ മനുഷ്യൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക, അവനൊരു പ്രവാചകനാകുന്നു എന്ന് പറയുന്നതായ അനുഭവം. പ്രൈസ് ദി ലോർഡ്. നോക്കുക, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ അബ്രഹാം കൃപയുടെ കീഴിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കൃപയുടെ കീഴിലാണ്. നമുക്കും ഈ ഇമ്മ്യൂണിറ്റി എല്ലാം ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ട്. കഴിഞ്ഞ 31 വർഷം അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് മുന്നേ 31 വർഷത്തിന് ശേഷമാണ് എനിക്ക് ആ വെളിപ്പാടും അനുഭവങ്ങളിലേക്കും എനിക്ക് കടക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ ആ ദാസന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ അവൻ വീണ്ടെടുത്തതായിരിക്കും നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്നതായ സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. നമ്മൾ ആ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. അതിൽ നമ്മൾ ജീവിക്കണം. അതേസമയം നമ്മൾ ഇതുപോലുള്ളതായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എന്തുകൊണ്ട് നമുക്ക് ഇന്ന് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം വായിക്കുമ്പോൾ അബീമേലെക്കിനോട് ദൈവം അന്യായം ചെയ്തതുപോലെ അല്ലെങ്കിൽ അബ്രഹാമിന് ലഭിക്കുന്ന ന്യായം അബ്രഹാമിന് ലഭിക്കാതിരിക്കുന്നത് പോലെ, അവനൊരു ശിക്ഷ കൊടുക്കാതിരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിരിക്കാം. പക്ഷേ ഇതാണ് കൃപയുടെ മഹത്വം എന്ന് പറയുന്നത്. കൃപയാൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുറവുകളോ നമ്മുടെ തെറ്റുകളോ നമ്മുടെ പാപങ്ങളോ അല്ല മുകളിൽ നിൽക്കുക. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് മുകളിൽ നിൽക്കുക. പ്രൈസ് ലോർഡ്. ഒന്നും ഈ ലോകത്തിലെ ഒരു കാര്യങ്ങളും, നമ്മുടെ ഒരു പ്രവൃത്തികളും നമ്മുടെ ഇടപാടുകളും സംസാരങ്ങളും ഒന്നും ദൈവികമായ സ്നേഹത്തിൽ നമ്മളെ തടഞ്ഞു വെക്കുവാൻ കഴിയുകയില്ല എന്നതിൻ്റെ യഥാർത്ഥമായ ഒരു ഉദാഹരണം കൂടെയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. അങ്ങനെ അബീമേലെക്കിനോട് ദൈവം സംസാരിക്കുകയും അവൻ്റെ ഭാര്യയെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, നോക്കുക, അവൻ എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നു നോക്കുക. അടുത്ത ഭാഗം വായിക്കുന്ന 10 മുതലായ കാര്യങ്ങൾ. നീ പ്രകാരം പ്രവർത്തിച്ചതിന് കാരണം എന്ത് ഈ സ്ഥലത്ത് എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട്, ഈ സ്ഥലത്ത് നിശ്ചയമായും ദൈവഭയമില്ല. എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ അബീമേലെക്കിൻ്റെ സംസാരവും പ്രവൃത്തികളും നോക്കിക്കഴിഞ്ഞാൽ അവന് കൃത്യമായ ദൈവഭയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ പുറമെ നിന്ന് നോക്കുന്ന അബ്രഹാമിനെ സംബന്ധിച്ച് ഒരു ദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് നിൽക്കുന്നതായ അബ്രഹാമിനെ സംബന്ധിച്ച് അവനൊരിക്കലും കാണുവാൻ കഴിയത്തില്ല അവരുടെ ദൈവഭയത്തെ. അവർ ചെയ്യുന്ന പ്രവൃത്തികളും അവർ ചെയ്യുന്ന ഇടപാടുകളും അവർ പൂജിക്കുന്ന പൂജയും അവർ ചെയ്യുന്നതായ അനുഭവങ്ങളും അല്ലെങ്കിൽ താൻ കണ്ടു വളർന്നതിനേക്കാൾ അപ്പുറമായി അല്ലെങ്കിൽ സർവശക്തനായ ദൈവം തന്നോട് പറഞ്ഞതിനേക്കാൾ അപ്പുറമായി മറ്റൊരു കൾച്ചറിൽ താമസിക്കുന്നതായ വ്യക്തികളെ കാണുമ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ് അവർക്കൊരിക്കലും ദൈവഭയമില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം ഇടപെടുന്നത് അങ്ങനെയാണോ? അല്ല. അവൻ ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നാലും ദൈവം അവരോട് ഇടപെടുന്നത് അവരുടെ കൃപയാൽ അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരം സർവശക്തനായ ദൈവം എപ്പോഴും കണ്ടെത്തിയിരുന്നു എന്നതിന് ഉദാഹരണമാണിത്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ദൈവിക ഇടപെടലുകൾ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഒരു രാജാവോ ഒരു നേതാവോ ചെയ്യുന്ന കാര്യത്തിന് ഇന്ന് വരെ ചെയ്തതിൻ്റെ അർത്ഥത്തിന് ചെയ്യുന്നതും ഇനി ഒരു സമയത്ത് ചെയ്യുന്നതുമായ കാര്യത്തിന് ഒരർത്ഥം ഒരു യോജിപ്പും ഉണ്ടാവില്ല. പക്ഷെ ദൈവിക ഇടപാടുകൾ നിമിത്തം അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് ജനത്തിന് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും
ഒക്കെ കാരണമായിരിക്കും എന്ന് നമ്മൾ പലപ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇൻസിഡൻ്റാണ് ഇവിടെ. അബ്രഹാമിനോട് അദ്ദേഹം ആ വ്യക്തി കരുണ കാണിക്കുകയും കരുണ കാണിക്കുക മാത്രമല്ല അബ്രഹാമിനോട് ചോദിക്കുന്നു. അബ്രഹാമിൻ മാത്രമല്ല ദൈവം, സർവശക്തനായ ദൈവം ആ വ്യക്തിയോട് നേരിട്ട് ഇടപെടുന്നു, സംസാരിക്കുന്നു എന്ന് പറയുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മുടെ ചുറ്റുമുള്ളവരെ, ഞാനും അങ്ങനെ ഒരു വ്യക്തിയാണ്. പലപ്പോഴും മറ്റൊരു കൾച്ചറിൽ ജീവിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ, മറ്റു മതത്തിൽപ്പെട്ട വ്യക്തികളെ കാണുമ്പോൾ ഒരുപക്ഷെ ഇതെന്തായിരിക്കും ഇവരെ ചെയ്യാൻ പോകുന്നത്, അവരെ വിശ്വസിക്കാൻ പറ്റുമോ, അവരെന്തെങ്കിലും നമുക്ക് ദോഷമായി ചെയ്യുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് പലപ്പോഴും സാധാരണപ്പെട്ട എല്ലാവർക്കും വരുന്നൊരു ചിന്താഗതിയാണ്. പക്ഷേ നമ്മൾ കണ്ടും കേട്ടും സംസാരിച്ചും ഇടപെട്ടും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാമും ആദ്യ ദിവസത്തിൽ വ്യക്തികളെ തെറ്റിദ്ധരിക്കുകയാണ്. മറ്റൊരു കൾച്ചറിലുള്ളതായ വ്യക്തികളെ കണ്ടപ്പോൾ, മറ്റൊരു മതത്തിൽപ്പെട്ടതായ വ്യക്തികളെ കണ്ടപ്പോൾ അവൻ തെറ്റിദ്ധരിക്കുന്ന അനുഭവമാണ് ഇവിടെ ദൈവഭയമില്ല എന്ന് പറയുന്നത്. പക്ഷേ നോക്കുക, ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എത്രയോ മാന്യരായ വ്യക്തികൾ താമസിക്കുന്നുണ്ട് അല്ലേ? രാഷ്ട്രീയ പ്രവർത്തകരിലായിരുന്നാലും അല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും നമ്മളെക്കാൾ നല്ലവരായിരിക്കുന്ന വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കുക, ഇവിടെ യഥാർത്ഥത്തിൽ മാന്യതയും പക്വതയും നീതി പ്രവൃത്തി കാണിച്ചത് ആരാണ്? അബ്രഹാമാണോ അബീമേലെക്കാണോ? തീർച്ചയായും അബീമേലെക്ക് അല്ലേ? പക്ഷേ അപ്പോൾ അബ്രഹാമിന് അതിനേക്കാളും വളരെ താഴ്ന്നൊരു സ്ഥാനം മാത്രമേ ഒരു ലോകക്കാരിൽ അയ്യോ നിങ്ങൾ എന്താ ഈ ചെയ്യണത് എന്ന് മൂക്കിൽ വിരൽ വെക്കുന്ന പ്രവൃത്തിയായിരിക്കാം അബ്രഹാം ചെയ്തത് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുക, നമ്മൾ ചെയ്യുന്നതായ നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ബുദ്ധിമോശങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇടപാടുകൾ, നമ്മൾ അയൽക്കാരോടുണ്ടാക്കുന്ന വഴക്കും, പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുന്നവർ അയൽക്കാരുണ്ടാക്കുന്ന പിണക്കങ്ങളും വഴക്കുകളും വിഷമങ്ങളും ഈ പറയുന്നതായ ആക്റ്റൊക്കെ അല്ലെങ്കിൽ ഒരു നിരാശകരമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതായ ദൈവമക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ട് മുതലേ ഉണ്ട് അല്ലേ? പണ്ടത്തെ ചേമരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഹിന്ദു വലിയ ആചാരക്കാരെ അല്ലെങ്കിൽ ബ്രാഹ്മണ കുടുംബങ്ങളോ അല്ലെങ്കിൽ അതിനപ്പുറം മുകളിൽ ഉള്ളതായ ജന്മി കുടുംബങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു പുരയിടത്തേക്കുള്ള വഴി അടയ്ക്കുക, മതിനം കെട്ടുക, ഇനി മേലിൽ ആ പുരയിടത്തിലേക്ക് ആൾ പോകരുത്. അവിടെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ നാമം അവിടെ അപമാനിക്കപ്പെടുകയാണ്. ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞതുകൊണ്ടൊരു പ്രയോജനം അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ ആ പേര് വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയോജനമില്ല. ഒരുപക്ഷെ അവിടെയുള്ള മറ്റ് ജനങ്ങൾ ഒരുപക്ഷെ അതിനേക്കാൾ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം അല്ലേ? നമ്മളും ആ മനുഷ്യരുടേതായ കൃപയും പ്രസാദം അനുഭവിക്കുന്നവരാണ് ഓരോ ദിവസവും, റൈറ്റ്? അപ്പോൾ ഇന്നും നമ്മൾ പരിശോധിക്കുക, ഇന്നും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില വർഷങ്ങൾക്ക് മുന്നേ ഒരു ദൈവഭക്തനായ മനുഷ്യൻ ദൈവമക്കൾക്ക് വേണ്ടി, പ്രത്യേകമായി ദൈവമക്കൾക്ക് വേണ്ടി പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ടൊക്കെ താമസിക്കാനൊരു ഇടവും ഒരു സ്ഥലം വിട്ടുകൊടുക്കുവാനിടയായിരുന്നു. എത്രയോ ഏക്കർ സ്ഥലം അവിടെ 5ഉം 10ഉം സെൻറ്റായിട്ട് അവർ മുറിച്ച് അത് വിഭാഗിച്ച് ആവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ നിർദ്ധയരായിരിക്കുന്ന വ്യക്തികൾക്ക് വീട് പണിയുവാനും ഒക്കെ ആയിട്ട് കൊടുക്കുവാനിടയായിരുന്നു. ഇന്നും അത് മുഴുവനായിട്ട് ഫ്ലഡ്ജായിട്ട് വലിയൊരു സംരംഭമായിട്ട് മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നും പ്രൈസ് ദി ലോർഡ്, അവിടെ നടക്കുന്ന വഴക്കും ശണ്ടയും ആ ഒരു പോരും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയൽക്കാർ തമ്മിൽ പറയുന്നതായ വാക്കുകളും ഒക്കെ വളരെ അധികം മോശപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു ലോകം മനുഷ്യൻ വന്ന് നോക്കിയാൽ പോലും എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവർ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഉള്ളതായ ഇടപാടുകൾ ദൈവമക്കളുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ കോളേജ് ലൈഫിൽ, സ്കൂൾ ലൈഫിൽ, നമ്മൾ ചെയ്യുന്നതായ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒക്കെ നമ്മൾ ഒരു നിമിഷം ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ, ഒരു ദൈവഭക്തനായിട്ട് പോലും നമ്മൾ എടുക്കുന്നതായ ഡിസിഷൻ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് അല്ലേ? നമ്മൾ ചിന്തിക്കും, അയ്യോ ആ മനുഷ്യരോട് അങ്ങനെ നാം ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, അവൻ നല്ലവരായിരുന്നു യഥാർത്ഥത്തിൽ, പക്ഷേ ഞാനാണ് അവിടെ മോശമായിട്ട് ഇടപെട്ടത് എന്ന് ചിന്തിക്കാത്ത ഒരു ക്രിസ്ത്യാനിയും ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ് അല്ലേ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മോശമായി പോയി
എൻ്റെ പ്രവൃത്തികൾ എന്ന് കുറ്റബോധം തോന്നാത്ത ഒരു വ്യക്തിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഇടപാടുകളും പ്രവൃത്തികളും നീതിയുള്ളതുകൊണ്ട്. അവരുടേതായ കാര്യങ്ങളും അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തിയും അവർ ചെയ്യുന്നതായ പ്രവൃത്തികളും കുറേയും കൂടെ നമ്മളെക്കാൾ മാന്യതയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട്. പ്രൈസ് ലോർഡ്. പക്ഷേ ഇവിടെയും അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ അനുഭവത്തിലും ഉണ്ടാവുകയാണ്. അബ്രഹാം ചെയ്തതായ ആ മോശപ്പെട്ട കാര്യത്തെക്കാൾ ഉപരിയായി ജാതീയനായ ഒരു മനുഷ്യൻ ഒരു മാന്യമായ ഒരു സമീപനം ആ വിഷയത്തിൽ അവിടെ ഉണ്ടാവുകയാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാമിനോട് സംസാരിക്കാൻ വേണമെങ്കിൽ, അബ്രഹാമേ നീ ചെയ്യുന്നത് തെറ്റാട്ടോ എന്ന് അബ്രഹാമിനോട് പറയും. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ആ മാന്യനായ വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നതായ അനുഭവം നമുക്കുണ്ട്. യേശുവിൻ്റെ അടുക്കൽ വന്നതായ ഒരു 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 പണക്കാരനും അതുപോലെ നിയമജ്ഞനുമായിരിക്കുന്ന ഒരു വ്യക്തിയോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. നീ ദൈവരാജ്യത്ത് നിന്ന് അകന്നവനല്ല എന്ന് പറയുന്നൊരു അനുഭവം. പ്രൈസ് ലോർഡ്. ഇനി നമ്മൾ സംസാരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അബ്രഹാമിന് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടും മാന്യതയില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുപക്ഷെ പിന്നീട് വന്നതായ ന്യായപ്രമാണ പ്രകാരം പാപമാണ് അദ്ദേഹം ചെയ്യുന്നത്, പിന്നീട് വന്നതാണ്. ഓക്കെ, അപ്പം ഈ പാപമാണ് ചെയ്യുന്നത് ആ കാര്യപ്രകാരം. പക്ഷേ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ എന്തുണ്ടായിരുന്നു? കൃപയുണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ കടന്നു വന്നതായ, ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യം വരെ നമ്മൾ നിന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ പൊതിഞ്ഞ്, നമ്മളെ സംരക്ഷിച്ച്, നമ്മളെ എല്ലാ പ്രശ്നത്തിൽ നിന്നും വിടുവിച്ച്, നമ്മളെ രക്ഷിച്ച്, നമുക്ക് മാർഗനിർദ്ദേശം തന്ന് നമ്മളെ ബ്രിങ് ഫോർത്ത് ചെയ്ത് നമ്മളെ ഇവിടം വരെ എത്തിച്ചത് എന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. അല്ലേ? കാരണം നമ്മൾ വീണു പോകാഞ്ഞിട്ടല്ല, നമ്മുടെ പ്രവൃത്തികൾ ഇതുപോലെ മാന്യത കുറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാഞ്ഞിട്ടല്ല. പക്ഷേ യേശു ദൈവം നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് അസാധാരണമായിരിക്കുന്ന ഒരു കാരുണ്യം, ഒരു ദയ, ഒരു പ്രസാദം, ഒരു മോചനം, ശിക്ഷയിൽ നിന്നുള്ള മോചനം നമുക്ക് കൃപയാൽ ലഭിക്കുവാനിടയായി തീർന്നു. അബ്രഹാമിൻ്റെ മാന്യത വിട്ടുപോകാതെ അബ്രഹാമിനെ സംരക്ഷിച്ചതുപോലെ അവനെ സംരക്ഷിച്ച് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന നീതിയായി പ്രവർത്തിച്ച വ്യക്തിയോട് ഇടപെട്ട് അവൻ്റെ അബ്രഹാമിന് ആവശ്യമായിരിക്കുന്ന അനുഭവത്തെ അല്ലെങ്കിൽ ഭാര്യയെ മടക്കി കൊടുക്കുന്ന രീതിയിൽ ദൈവം നേരിട്ട് സംസാരിച്ചതുപോലെ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അതേ കൃപയിൽ അതിനേക്കാൾ ആഴമായി ഇപ്പോൾ യേശുക്രിസ്തു ഉള്ളതിനാൽ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നതിനാൽ അതിലേറെ ഉള്ളതായ അതിനേക്കാൾ ഒരു പടി മുകളിൽ കൃപയിലും കാരുണ്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തുവാനിടയായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രസാദവും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനിടയായിരുന്നത്. പ്രൈസ് ലോർഡ്. വേറെ ഒന്നും കൊണ്ടുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അബ്രഹാം ഇവിടെ ചെയ്യുന്നതായ കാര്യം, പക്ഷേ അബ്രഹാമിനെ പോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാകാം. ആ വ്യക്തി, അദ്ദേഹം ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം മാന്യമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ ഇടപെടുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അവന് ദൈവഭയമില്ല, ആ വ്യക്തിക്ക് ദൈവഭയമില്ല എന്നുള്ളതായ ബോധ്യത്തിലായിരിക്കും നമ്മൾ ഒരു പക്ഷേ ഇടപെടുന്നത്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരുന്ന ഒരു കാര്യമുണ്ട്. ദൈവനാമത്തിന് ഈ ഭൂമിയിൽ എല്ലായിടത്തും മാന്യതയുണ്ട്. പ്രൈസ് ലോർഡ്. അത് എങ്ങനെ നടക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്ന ഉറപ്പു തരുന്നൊരു കാര്യമുണ്ട്. ഇന്നും എൻ്റെ നാമത്തിന് പൂജയും അനുഭവങ്ങളും ഒക്കെ ജാതികളുടെ ഇടയിലും കൂടെ ഉണ്ടാകുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്ന് പറയുന്ന അനുഭവമുണ്ട്. നമുക്കത് വിലയിരുത്താൻ പറ്റുമോ? എവിടെ നിന്നാണ് ദൈവത്തിന് മാന്യതയില്ല വരുന്നത്? എവിടെ നിന്നാണ് ദൈവത്തിന് ലഭിക്കേണ്ട വർഷിപ്പ് അല്ലെങ്കിൽ ദൈവത്തിന് നൽകേണ്ട സ്തുതി ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജാതിയിൽപ്പെട്ട വ്യക്തികളിലും അതുപോലെ മറ്റ് അനുഭവങ്ങളിൽപ്പെട്ട വ്യക്തികളിലും ഇത് നടക്കുന്നുണ്ടോ? ദൈവത്തിന് മാന്യതയേറിയ അനുഭവങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഒരുപക്ഷെ അവർ യേശു എന്ന നാമം ഉപയോഗിക്കുന്നില്ലായിരിക്കാം, യഹോവ എന്ന നാമം ഉപയോഗിക്കുന്നില്ലായിരിക്കും. പക്ഷേ ദൈവവചനം പറയുന്ന ഉറപ്പു തരുന്നൊരു കാര്യമുണ്ട്. എല്ലായിടത്തും, ഭൂമിയിലെല്ലായിടത്തും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിന് ഒരു മാന്യതയുണ്ട്. ആ മാന്യത എവിടെയും ചോർന്നു പോകാതെ സംരക്ഷിക്കുന്നതായ കടമ സർവശക്തനായ ദൈവമാണ്, ദൈവത്തിൻ്റെതാണ്. അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും
എപ്രകാരവും ദൈവമക്കൾക്ക് വേണ്ടി, ഇപ്പോൾ നമുക്ക് കൃപ ലഭിച്ചവനായിരിക്കുന്ന അബ്രഹാമിനും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള വ്യക്തികൾക്കും വേണ്ടിയിട്ട് വീര്യം പ്രവർത്തിക്കുവാൻ, ആ വ്യക്തികളെ, നമ്മൾ അറിയാത്ത വ്യക്തികളെ ഉപയോഗിക്കാനാണെങ്കിൽ പോലും ദൈവത്തിനത് കഴിയും. അവരോട് സംസാരിക്കാനാണെങ്കിലും ദൈവത്തിന് കഴിയും. ഇതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ നോക്കുക, നമ്മളെക്കാൾ മാന്യരായ വ്യക്തികൾ, എത്ര ഭേദപ്പെട്ട ജീവിതം നയിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ദൈവം കൈവിടുമോ എന്ന് ചോദിക്കുന്നൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതെന്ത് ഏത് കുഞ്ഞുങ്ങളായിരുന്നാലും ഏതൊരു പ്രായത്തിലൊക്കെ ആകുമ്പോഴും ഒരു അറിവും ബോധമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ ഇതൊന്നുമില്ലാതിരുന്നിട്ടും അദ്ദേഹം ഒരു വ്യക്തി മാന്യമായ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുമോ, അതോ ദൈവം അവനെ വീണ്ടെടുക്കുമോ അവൻ്റെ പ്രവൃത്തി കൊണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം അവരിൽ നിന്ന് ദയയും കരുണയും ലഭിക്കാത്ത വ്യക്തികളില്ല. മനുഷ്യരിൽ നിന്ന് പ്രസാദം ലഭിക്കാത്ത വ്യക്തികൾ നമ്മൾ ആരുമില്ല. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മനുഷ്യരുടെ പ്രസാദം നമ്മൾ അനുഭവിക്കുന്നവരാണ്, അല്ലേ? മാന്യരായിരിക്കുന്ന വ്യക്തികളിലൂടെ മാന്യമായ ഇടപാടുകൾ നമ്മൾ നടത്തുന്നവരാണ്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം, ദൈവമേ, അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം മാന്യമായൊരു ജീവിതം നയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ നരകത്തിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായി നമുക്ക് ഉയരാറുണ്ട്. പക്ഷേ ദൈവവചനം ഉറപ്പ് പറയുന്നൊരു കാര്യമുണ്ട്. യേശു പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ പ്രവൃത്തികളാൽ മാന്യനായ വ്യക്തിയായതുകൊണ്ട്, ഒരുപക്ഷെ നമ്മളെക്കാൾ മാന്യമായി ജീവിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട്, ഇടപാടുകളും പ്രവൃത്തികളൊക്കെ നമ്മളെക്കാൾ മാന്യത കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം ദൈവരാജ്യത്തോട് അടുത്തവനാണ്. പക്ഷേ അകന്നവനല്ല, ഒരുപക്ഷെ അടുത്തവനായിരിക്കാം. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ആര് വേണം? യേശു ക്രിസ്തുവിലുള്ള നീതീകരണവും യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടലും, യേശു ക്രിസ്തു അദ്ദേഹത്തെ രക്ഷിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായാൽ മാത്രമേ അദ്ദേഹം ആ കവനന്റിലേക്ക്, ആ കൃപയുടേതായ ആ ഉറപ്പിലേക്ക്, ധൈര്യത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് കടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ എഴുതിയിരിക്കുന്നതായ എല്ലാ നന്മകളും അനുഭവിക്കുകയും മാത്രമല്ല, ദൈവരാജ്യം, സ്വർഗീയരാജ്യം നിത്യത അനുഭവിക്കുവാനും അദ്ദേഹത്തിനോട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മാന്യമായൊരു സ്വഭാവമുണ്ട്, പ്രവൃത്തിയുണ്ട് എന്നതുകൊണ്ട് ഒരു വ്യക്തി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല, അല്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കിയില്ല. യേശു ക്രിസ്തുവിലൂടെയല്ലാതെ ഒരു വ്യക്തിക്ക് ദൈവരാജ്യം അവകാശമാക്കുവാനും നിത്യതയിലേക്ക് കടക്കുവാനും കഴിയുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലേ? തീർച്ചയായും അദ്ദേഹം ദൈവരാജ്യത്തോട് അടുത്തവനാണ്, ഒരുപക്ഷെ അകന്നവനല്ല, അടുത്തവനാണ്. പക്ഷേ എൻ്റർ ചെയ്യണമെങ്കിൽ, അകത്ത് കയറണമെങ്കിൽ ക്രിസ്തുവാകുന്ന ഞാൻ സാക്ഷാൽ വാതിലാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പോകുന്നില്ല എന്ന് പറയുന്നതായ ആ കവനൻ്റ് അല്ലെങ്കിൽ ആ ഉടമ്പടിയിലേക്ക് എന്ന് ഒരു വ്യക്തി കടക്കുന്നു, അന്ന് മാത്രമേ ആ ഉടമ്പടിയുടെമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ആസ്വദിക്കാനും മാത്രമല്ല നിത്യജീവൻ പ്രാപിക്കുവാനും ഒരു വ്യക്തിക്ക് കഴിയുള്ളൂ. നമ്മുടെ അനുഭവസ്ഥ നോക്കുക. നമ്മൾ പണ്ടും മാന്യതയില്ലാത്തവരായിരുന്നു. ഇന്ന് നമ്മൾ യേശുവിനെ സ്വീകരിച്ച ശേഷം ഇന്നും നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് തന്നെ കുറവുകൾ കണ്ടെത്താൻ പറ്റുമായിരിക്കാം. നമ്മൾ തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ദൈനംദിന ജീവിതത്തിൽ. പലപ്പോഴും ഇത് വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു? എന്തുകൊണ്ട് ശിക്ഷ അനുഭവിക്കാതെ പോകുന്നു? എന്തുകൊണ്ട് നമുക്ക് നിത്യജീവൻ ഉണ്ട്? മാത്രമല്ല എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ട്? എന്തുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളും നന്മകളും പ്രാപിക്കുന്നു? ഒരേ ഒരു കാര്യം, യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തി നമുക്ക് വേണ്ടി മരിച്ചു. അവൻ ജാതികളായിരിക്കും നമുക്ക് വേണ്ടിയിട്ടും തൻ്റെ ജീവനെ തന്ന് നമ്മളെ അവൻ്റെ കൃപയിലേക്ക് അടുപ്പിച്ചു. ആ കൃപയുടെ അനുഭവത്തിൽ സംരക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന നമ്മുടെ പ്രവൃത്തികളോ, നമ്മുടെ മാന്യതക്കുറവുകളോ, നമ്മുടെ ഇടപാടുകളുള്ളതായ തെറ്റുകളോ കുറവുകളോ ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. മാത്രമല്ല ഈ അനുഗ്രഹത്തിന് കാരണമായിരിക്കുന്നത്, ആശീർവാദത്തിന് കാരണമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ മാന്യതകൾ ജാതികളിൽ നിന്ന് ലഭിക്കുന്നതിന് കാരണമായിരിക്കുന്നതും മാത്രമല്ല, നമ്മൾ സംരക്ഷിക്കപ്പെടുന്നതിന് കാരണമായിരിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കാൻ കാരണമായിരിക്കുന്നത് ഒരേ ഒരു വ്യക്തി, യേശു ക്രിസ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അബ്രഹാമിന് ഇദ്ദേഹം
ഒരുപാട് സംഭവങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ദേശം കാണിച്ചു കൊടുത്ത് അവിടെ പറഞ്ഞ് ഞാൻ വായിച്ചു തരാം വാക്യങ്ങൾ. ആമേൻ. എന്നാൽ അതിൻ്റെ 15-ാമത്തെ വാക്യം, ഇതാ എൻ്റെ രാജ്യം നിന്റെ മുമ്പാകിയിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പാർത്തുകൊള്ളുക. പിന്നെ അവൻ സാറായോട്, ഞാൻ നിന്റെ സഹോദരന് 1000 വെള്ളിനാണയം കൊടുത്തിട്ടുണ്ട്. ഇത് നിന്നോട് കൂടെയുള്ളവരുടെ മുമ്പാകെ ഞാൻ നിന്നോട് ചെയ്ത കുറ്റത്തിലുള്ള നഷ്ടപരിഹാരമാണ്. നീ എല്ലാവരുടെയും മുമ്പാകെ നീതീകരിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവം അബീമേലെക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കുകയും അവർ പ്രസവിക്കുകയും ചെയ്തു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ നിമിത്തം യഹോവ അബീമേലെക്കിൻ്റെ ഭവനത്തിലെ എല്ലാ സ്ത്രീകളുടെയും ഗർഭാശയം അടച്ചിരുന്നു എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ അത്ഭുതം സംഭവിച്ചതെന്ന് നോക്കുക. അവൻ തെറ്റ് ചെയ്തതാരാണ്? അബ്രഹാം. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് നിർദ്ദേശിക്കുന്നത്, നീ അബീമേലെക്കിനോട് പ്രാർത്ഥിക്കുക. മാന്യമായി ജീവിച്ചതായ, മാന്യമായ അബ്രഹാമിനോട് ഇടപെട്ടതായ, അവൻ നഷ്ടപരിഹാരവും കൊടുത്തതായ, സാറായിക്ക് നഷ്ടപരിഹാരവും കൊടുത്ത് അവളെ ആശ്വസിപ്പിച്ചതായ അബീമേലെക്കിനോട്, മാന്യനായിരിക്കുന്ന വ്യക്തിയോട് ദൈവം മാന്യനായ വ്യക്തിയെ ദൈവം പരിഗണിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അബ്രഹാമിന് പ്രാർത്ഥന പ്രവർത്തിക്കാതെ അബ്രഹാമിനോട് പറയുകയാണ്, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അവൻ അബ്രഹാം പ്രാർത്ഥിക്കുന്നു. അബീമേലെക്കിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നന്മകളെല്ലാം സ്വീകരിച്ച ശേഷം അബ്രഹാം അബീമേലെക്കിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബീമേലെക്കിൻ്റെ കുടുംബത്തിലുള്ളതായ രോഗങ്ങളെ ദൈവം പൂർണ്ണമായി മാറ്റുന്നു. അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യപ്പെടുത്തുകയും അവർ പ്രസവിക്കുകയും ചെയ്തു എന്ന് പറയുന്നൊരു അനുഭവമാണ്. നോക്കുക, ഈ വരുന്ന വർഷം നിങ്ങൾക്ക് നീ ഒരു മകനെ ചേർത്തുകൊള്ളും എന്ന് പറയുന്ന ആ അനുഭവം ദൂതനിൽ നിന്ന് നമ്മൾ ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്നിടയായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നടന്നതായ കാര്യമാണത്. അബ്രഹാം ഈ ഒരു വർഷത്തിനുള്ളിൽ നടന്നൊരു കാര്യമാണിത്. എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഗർഭാശയം അടഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അവർ ഗർഭിണികളാവാതിരിക്കുക എന്ന് പറയുന്നൊരു അനുഭവമല്ല അല്ലേ? ഗർഭിണികളാവാതിരിക്കുക എന്ന് പറയുന്നൊരു അനുഭവമല്ല. പക്ഷേ ഗർഭം അടഞ്ഞിരുന്നു, അവർക്ക് പ്രസവിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരു അനുഭവം. ഗർഭം അടഞ്ഞിരിക്കുന്ന സമയത്ത് അവർക്ക് കൺസീവ് ആവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരു അനുഭവമല്ല ഇവിടെ പറയുന്നത്. അബീമേലെക്കിൻ്റെ ഭവനത്തിലെ എല്ലാ സ്ത്രീകളുടെയും ഗർഭാശയം അടച്ചിരുന്നതുകൊണ്ട് അവർക്ക് പ്രസവിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരു അനുഭവമാണ്. എന്താണ് ക്ലിയർലി അവിടെ സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ ഈ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, വളരെ അറ്റത്തെത്തിയിട്ടും, അല്ലെങ്കിൽ ഏറ്റവും പ്രസവിക്കാനുള്ളതായ അനുഭവത്തിലെത്തിയിട്ടും ദൈവം ഗർഭാശയം അടച്ചതുകൊണ്ട് അവർക്ക് പ്രസവിക്കാൻ കഴിയാതെ അവർ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ ദൈവം ഒഴിവാക്കുകയും അവരോട് ക്ഷമിച്ച്, അല്ലെങ്കിൽ ആ പാപങ്ങളെ ക്ഷമിച്ച് അവരെ സൗഖ്യമാക്കുകയും സൗഖ്യമാക്കിയ നിമിത്തം അവർക്ക് ഗർഭാശയം തുറക്കപ്പെടുകയും അവർ കുഞ്ഞിനെ പ്രസവിക്കുവാൻ തക്കമുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നൊരു അനുഭവമാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അബ്രഹാമിന് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചിരിക്കുന്ന നീതീകരണത്തിലൂടെ, അല്ലെങ്കിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്ന അനുഭവത്തിൽ, നീതീകരണത്തിലൂടെ, കൃപയിലൂടെ അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന അനുഭവത്തെ നമ്മൾ കാണുവാനിടയായി തീർന്നു. അബീമേലെക്ക് അദ്ദേഹം ദൈവത്തിൻ്റെ കവനന്റിലുള്ള വ്യക്തിയല്ല, അദ്ദേഹം ദൈവത്തിൻ്റെ ഉടമ്പടിയിലുള്ള വ്യക്തിയല്ല, കൃപ ലഭിച്ചവനല്ല. അതുകൊണ്ട് തന്നെ അബീമേലെക്കിനോടുള്ളതായ ദൈവിക ഇടപാടുകൾ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. മാത്രമല്ല, കവനന്റിൽ നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ കൃപയിൽ നിൽക്കുന്ന വ്യക്തി, അവൻ പാപം ചെയ്യുന്നതും അവന് പാപം ചെയ്യുമ്പോഴും അവൻ അനുഗ്രഹവും ആശീർവാദവും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എന്നുള്ള അനുഭവം കൂടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അവസാന ഭാഗം, 6-ാം അധ്യായം തുടക്ക ഭാഗങ്ങളൊക്കെ പറയുന്നത്. ഇങ്ങനെയെങ്കിൽ നമ്മളിനി പാപം ചെയ്തുകൊണ്ടിരിക്കണമോ? അതാണോ ഞാൻ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് ചോദിക്കുന്നൊരു അനുഭവമുണ്ട്. തീർച്ചയായും ദൈവത്തിൻ്റെ അന്യായമായിരിക്കുന്ന കവനന്റ് കാണുമ്പോൾ, അന്യായമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഉടമ്പടി, നമ്മളോടുള്ള ഉടമ്പടി കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും, ഞാൻ പാപം ജീവിച്ചാൽ എന്താ കുഴപ്പം എന്ന് നമുക്ക് തോന്നിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതാണ് റോമാലേഖനം 6-ാം അധ്യായം പൗലോസ് അഡ്രസ്സ് ചെയ്യുന്നത്. അവിടെ വെച്ച് പറയുകയാണ്, ഒരിക്കലും അങ്ങനെ അരുത്. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എങ്കിൽ നമുക്ക് പാപത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. 1 യോഹന്നാന്റെ സുവിശേഷം, 1 യോഹന്നാന്റെ ലേഖനം ഒക്കെ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും
പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്ന അനുഭവം. നോക്കുക, നമ്മൾ വീഴുന്നവരാവാം. നമ്മൾക്ക് ഈ പുതിയ ഒരു ക്രിസ്തുവിനായവൻ പുതിയ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത്, അല്ലേ? ദൈവത്തിന് വചനം ഉറപ്പ് തരുന്നത്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ മോശമായതായി, അന്യായമായി പാപമെന്ന് പറയാവുന്ന രീതിയിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ദൈവം നമ്മോട് ഇടപെടുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അബ്രഹാമിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചപ്പോൾ ആ കൃപയ്ക്കുള്ളിൽ ഇത്രയും സംരക്ഷണം, ഇമ്മ്യൂണിറ്റി അവന് കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മളെ തന്നെ വിലയിരുത്തരുത്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ വിലയിരുത്തണം. നമ്മൾ കവനൻ്റെ ഉള്ളിലാണ്, നമ്മൾ ഉടമ്പടിക്കുള്ളിലാണ്, ദൈവികമായ സംരക്ഷണയ്ക്കുള്ളിലാണ്, ദൈവിക കൃപയ്ക്കുള്ളിലാണ്. ആ കൃപയുടെയും ആ ദൈവസ്നേഹത്തിൻ്റെയും ആഴം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ, മാത്രമല്ല മറ്റുള്ളവരോടും ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ, മാത്രമല്ല വിശാലമായി കാണുവാൻ സാധിക്കുകയുള്ളൂ, മാത്രമല്ല മാന്യമായൊരു ജീവിതം നമുക്ക് നയിക്കുവാനും കഴിയുകയുള്ളൂ. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങൾക്ക് അന്യായമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഉടമ്പടിയാണ് ഞങ്ങളോട് നീ ചെയ്തിരിക്കുന്നത് എന്ന് വചനം വെളിപ്പെടുത്തുന്ന അനുഭവമുണ്ട്. അബ്രഹാമിനോടും അന്യായമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, അല്ലേ? ശരിക്കും ശിക്ഷ ലഭിക്കേണ്ടത് അബ്രഹാമിനാണ്. പക്ഷേ ശിക്ഷ ലഭിച്ചത്, അല്ലെങ്കിൽ അവിടെ ശിക്ഷ വിധിക്കുന്നത് അല്ലെങ്കിൽ അവിടെ രോഗം വരുന്നത് അബിമേലെക്കിനാണ് എന്ന് വായിക്കുവാനിടയായി തീർന്നു. എങ്കിലും കർത്താവിനെ ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം. ലോകത്തിൽ ഞങ്ങളെക്കാൾ മാന്യരായി വ്യവഹരിച്ച് നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ മാന്യമായ ജീവിതം നയിക്കുന്ന എത്രയോ ജനതകളുണ്ട്. പക്ഷേ ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവമേ, ആ കൃപയ്ക്കായി നന്ദി അപ്പ. ആ കവനന്റിനായി, ആ ഉടമ്പടിക്കായി നന്ദി. ഒരുപക്ഷെ അന്യായമായി ജാതികൾക്ക് തോന്നിയിരിക്കാം, ഞങ്ങൾക്ക് തന്നെ തോന്നിയിരിക്കാം, ഞങ്ങൾ അന്യായമായിരിക്കുന്നൊരു ഒരു ബന്ധത്തിനാണല്ലോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയുടെ കീഴിലാണല്ലോ എന്ന്. പക്ഷേ എല്ലാം നന്മയ്ക്കായി മാറ്റിവെക്കുന്നതായ ദൈവം, മാറ്റി വരുത്തുന്നവനായ ദൈവം ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച്, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച്, ഞങ്ങളെ പണിതെടുത്ത് നനഞ്ഞ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ സ്നേഹത്തിനും കരുതലുമായി സ്തോത്രം. ഇന്ന് കർത്താവെ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ യേശുവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ആരെങ്കിലും ഡൗട്ടിലാണെങ്കിൽ, ദൈവമേ, ഇതിങ്ങനെ സംഭവിക്കുന്നത് ജാതികളിൽ പോലും മാന്യമായ വ്യക്തികളുണ്ട്, പക്ഷേ ഞാനും അവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ ദൈവത്തെ അറിയാത്തവരാണോ എന്നുള്ളതായ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കൺഫ്യൂഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയത്തെ നീ തുടരണമേ. ദൈവികമായിരിക്കുന്ന പ്രവൃത്തികൾ കാണുവാൻ സഹായിക്കണമേ. നീ അവരോട് സംസാരിക്കണമേ, ഇടപെടണമേ. നീ അവരെ ആ ബന്ധനങ്ങളിൽ നിന്ന് അവരെ പുറത്തെത്തിച്ച് നീ അവരെ മാന്യതയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കണമേ. എല്ലാ വിഷയങ്ങളെയും പുനഃപാതകത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.